ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? 65% മുസ്ലിം പോപ്പുലേഷനുള്ള ഒരിടത്ത് മറ്റൊരിടത്തും കിട്ടാത്ത വിധത്തിലുള്ള ഭൂരിപക്ഷത്തോടുകൂടി BJP സ്ഥാനാർത്ഥി താമരയിൽ എങ്ങനെ ജയിക്കും? ഇത് EVM മെഷീന്റെ ടാമ്പറിംഗ് ആണ്, കൃത്രിമമാണ് എന്നാണ് അഖിലേഷ് യാദവ് ആരോപിക്കുന്നത്. കുണ്ടാർക്കേട് ചരിത്രം പരിശോധിച്ചാൽ 2022 ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നത്. സിയാവൂർ റഹിമാൻ ബാർക്കയായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി. 43,162 ഭൂരിപക്ഷത്തിനാണ് അവിടെ SP-യുടെ സ്ഥാനാർത്ഥി ജയിച്ചത്. കമൽ കുമാർ എന്ന BJP-യുടെ സ്ഥാനാർത്ഥി രണ്ടാമതെത്തി. മൂന്നാമത് BSPയും, നാലാമത് AIMIM-ഉം, അഞ്ചാമത് കോൺഗ്രസും, ആറാമത് ആം ആദ്മിയുമായിരുന്നു. അതിനു മുമ്പ് 2017 ഇക്കുറി തോറ്റ മുഹമ്മദ് റിസ്വാനായിരുന്നു അവിടുത്തെ MLA. അതായത് ഈ രാംവീർ സിംഗ് 2017 BJP-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴും 65% മുസ്ലിം പോപ്പുലേഷനുള്ള മണ്ഡലത്തിൽ അദ്ദേഹം കേവലം 10,000 വോട്ടിനാണ് തോറ്റത്. രാംവീർ സിംഗിന്റെ വിജയം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നേട്ടം തന്നെയാണ്. 3 തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിലെ ആളുകളുടെ ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി അവരോടൊപ്പം നിൽക്കുന്നു. അവരോട് ഐക്യദാർഢ്യപ്പെടുന്ന തരത്തിൽ തൊപ്പി ധരിച്ച് അവരുടെ വിവാഹങ്ങളിലും മരണങ്ങളിലും ഒക്കെ പങ്കെടുത്ത് അവരുടെ സംസ്കാരത്തിനൊത്ത് നിന്ന് അവരുടെ കണ്ണിലുണ്ണിയായി അതേസമയം തന്റെ രാഷ്ട്രീയം തന്നെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് രാംവീർ സിംഗ് പ്രവർത്തിച്ചു.